ഹലോ. എടാ ഞാൻ കേട്ടത് എന്താ സംഭവം എന്താ അത്? ഇതേതാ സ്ഥലോ? എനിക്കൊരു ഐഡിയ ഇല്ല. എന്നോട് കുറെ ആൾക്കാർ ചോദിച്ചു നിങ്ങൾ കേരളത്തിലേക്ക് വരുന്നുണ്ടോന്ന്. ഞാൻ പറഞ്ഞത് ഏതാ സ്ഥലം എന്ന് പോലും എനിക്കറിയില്ലായിരുന്നു. ഞാൻ നെയ്മറിനെ വിളിച്ച് ചോദിച്ചു. അപ്പൊ നെയ്മർ പറഞ്ഞു ഓനും വലിയൊരു ഐഡിയ ഇല്ല അത് ഏതാ സ്ഥലം എന്ന്. പിന്നെ റൊണാൾഡോനോട് ചോദിച്ചപ്പോൾ ഓൻ പറഞ്ഞ് ഓൻ്റെ വകയിലൊരു ബന്ധുവായിട്ട് വരും പോലെ ഗാമ, വാസ്കോഡ ഗാമ. ആ ആ ഓൻ വല്യച്ഛൻ നമ്പരെ വിളിക്കുക. ഗാമ വല്യച്ഛൻ പണ്ടപ്പോഴോ കുരുമുളക് വാങ്ങാനേറ്റം പോയ സമയത്ത് കാപ്പാട് എന്ന് പറഞ്ഞ സ്ഥലത്ത് പോയി കാലുത്തൊക്കെ ചെയ്തിക്കണം പോലെ. അങ്ങനെ ഒരു ചെറിയൊരു പരിചയം ഓനുണ്ട്. അല്ലാണ്ട് നമ്മളെ ഒരു ടീമിനും ഇത് ഏതാ സ്ഥലം എന്ന് പോലും അറിയില്ല. ആ ആ ഞാനും കേട്ടത് ഇന്നോട് കുറെ ആൾക്കാർ ചോദിക്കും ഈ 130 കോടി ഉറുപ്പ്യ വാങ്ങി പറ്റിച്ചില്ല കള്ളാന്നൊക്കെ. ഇന്ന കള്ളാന്ന് ഞാൻ പറഞ്ഞു പൊന്നാര മക്കളാ, 130 ഉറുപ്പ്യ പോലും ഞാൻ വാങ്ങിയില്ല. ആ ആ പിന്നെ പറയാൻ പോലെ അവിടെ വന്ന് കളിച്ചിക്കാന്നുണ്ടെങ്കിൽ കേരളത്തിൽ വന്ന് കളിച്ചാൽ മെസ്സിക്കും അർജന്റീനയ്ക്കും അത് ഭയങ്കര ഗുണമാണ്. നമ്മളെ ഫുട്ബോൾ ഭാവിയൊക്കെ മാറിപ്പോകുന്നൊക്കെ അങ്ങനെയൊക്കെ അത് ഞാനും കേട്ട്. അവിടെ ഭയങ്കര കോമഡിയാൻ പോലെ വേൾഡ് കപ്പിന്റെ ടൈമിൽ ഇന്റെ പേരും നെയ്മറിന്റെ പേരൊക്കെ പറഞ്ഞ ആൾക്കാർ തമ്മിൽ അടിയാൻ പോലെ അവിടെ. കാച്ചറ പോലീസ് കേസ്. അർജന്റീന, ഫ്രാൻസ്, ഇറ്റലി, ബ്രസീൽ എന്നൊക്കെ പറഞ്ഞിട്ട് ആൾക്കാർ ഫ്ലെക്സ് വെക്കുക, തോറ്റിക്കാന്നുണ്ടെങ്കിൽ പിന്നെ റീത്ത് കൊണ്ടുപോയി വെക്കുക, മറ്റവൻ്റെ വീടിൻ്റെ മുറ്റത്തിട്ട് പടക്കം പൊട്ടിക്കുക, അങ്ങനെ അതിൻ്റെ പേരിൽ അടി ഉണ്ടാക്കുക. ഇങ്ങനെയൊക്കെ എന്തൊക്കെയോ ഒരു കഥയാ പോലെ. ഞാനായി കേട്ട് കുറേ ചിരിച്ച്. അല്ല ഞാപ്പ അത് ആലോചിക്കണേ, ഇപ്പൊ ഇങ്ങനത്തെ ഒരു സ്ഥലത്തേക്ക് ഇനി പദവാ പോകേണ്ടി വന്നാൽ എങ്ങനെയാ ഇപ്പൊ പോവുക? എന്താ തകരാറൊക്കെ ഉള്ള ആൾക്കാരാന്ന് തോന്നുന്നുണ്ട്. നമുക്ക് ഐഡിയ ഉണ്ടോ? ഇല്ല അല്ലേ? ഞാൻ എന്നാൽ വേറെ ആരെയും വിളിച്ചോക്കട്ടെ.